നമസ്കാരം. സിമ്പിൾ ഹാൻഡ് ലാപ്പിംഗ് സംബന്ധിച്ച ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഡ്രോയിങ് അനുസരിച്ച് പ്രൊഫൈൽ മാർക്ക് ചെയ്യൽ, അധിക ലോഹം നീക്കം ചെയ്യാൻ ചെയിൻ ഡ്രിൽ ചെയ്യൽ, ഗോ എൻഡും നോ ഗോ എൻഡും സൈസിലേക്ക് ഫയൽ ചെയ്യുക, സ്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് ഗോ എൻഡിലെയും നോ ഗോ എൻഡിലെയും ഗ്യാപ്പ് പരിശോധിക്കുക, ലാപ്പിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ഗേജിൻ്റെ ഉപരിതലത്തിൽ ലാപ്പിംഗ് പ്രക്രിയ നടത്തുക. ഈ നടപടിക്രമത്തിൽ 5 പ്രധാന സ്റ്റെപ്പുകൾ ഉൾക്കൊള്ളുന്നു. സ്റ്റെപ്പ് 1 വർക്ക് പീസ് തയ്യാറാക്കൽ. സ്റ്റെപ്പ് 2 ചെയിൻ ഡ്രില്ലിങ്ങും ഹാക്സോവിങ്ങും. സ്റ്റെപ്പ് 3 ഫിനിഷ് ഫയലിംഗ്. സ്റ്റെപ്പ് 4 സ്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് പൂർത്തിയായ വർക്ക് പീസ് പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് 5 ഗേജ് ഉപരിതലത്തിൻ്റെ ലാപ്പിംഗ്. നമുക്ക് ആദ്യം വർക്ക് പീസ് തയ്യാറാക്കി സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കാം. ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് 6 ഫേസുകളും ഫയൽ ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് വലുപ്പം അടയാളപ്പെടുത്തുക. ഒരു ഡോട്ട് പഞ്ചും ബോൾ പീൻ ഹാമറും ഉപയോഗിച്ച് വിറ്റ്നസ് ലൈനുകൾ മാർക്ക് ചെയ്യുക. ലഭ്യമായ റോ മെറ്റീരിയലുകൾ ആവശ്യമായ വലുപ്പത്തേക്കാൾ 3 mm വലുതാണെങ്കിൽ അധിക മെറ്റീരിയൽ ഹാക്സോ ചെയ്യുക. ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്ത് 73 mm × 73 mm × 9 mm സൈസിൽ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വലിപ്പം പരിശോധിക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് ഫേസ് സിയിൽ നിന്ന് 19 mm, 41 mm, 53 mm അകലത്തിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 19 mm, 54 mm അകലത്തിൽ ഫേസ് സിയുടെ എൻഡിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാതൃകയുടെ ഫേസ് ബിയിൽ നിന്ന് 36.5 mm സമാന്തര രേഖ അടയാളപ്പെടുത്തുക. മാതൃകയുടെ ബി മുഖത്തു നിന്ന് 11.5 mm, 17.52 mm, 55.48 mm, ഗോ എൻഡിൽ നിന്ന് 61.5 mm എന്നിവിടങ്ങളിൽ ഡ്രോയിങ് അനുസരിച്ച് സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഡ്രോയിങ് അനുസരിച്ച് സെൻറ്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ആർക്ക് സെൻറ്ററുകൾ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സർഫേസ് ടേബിളിൽ സ്റ്റീൽ റൂളും ഡിവൈഡറും ഉപയോഗിച്ച് ആർക്കുകൾ വരയ്ക്കുക. ഡ്രോയിങ് അനുസരിച്ച് സർഫേസ് ടേബിളിൽ ഒരു സ്ക്രൈബറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡ്രോയിങ് അനുസരിച്ച്
പ്രൊഫൈൽ ആൻവിലിൽ വെച്ച് ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യാൻ ഹാക്സോ ചെയ്യുക. അധിക ലോഹം നീക്കം ചെയ്യുന്നതിനായി ഒരു ഡ്രിൽ ബിറ്റും ഡ്രില്ലിംഗ് മെഷീനും ഉപയോഗിച്ച് ചെയിൻ ഡ്രിൽ ചെയ്യുക. ഫ്രെയിമിലുള്ള ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് ഗോ എൻഡിൽ നിന്ന് ഹാക്സോ ചെയ്യുക. ചെറിയ ഫ്ലാറ്റ് ചിസിലും സ്ലെഡ്ജ് ഹാമറും ഉപയോഗിച്ച് അധിക ലോഹം ചിപ്പ് ചെയ്ത് നീക്കം ചെയ്യുക. ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് പ്രൊഫൈൽ റഫ് ഫയൽ ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ±0.02 mm കൃത്യത നിലനിർത്തിക്കൊണ്ട് സൈസിലും ഷേപ്പിലും പ്രൊഫൈൽ ഫിനിഷ് ഫയൽ ചെയ്യുക. ഗോ എൻഡ് സൈസ് പരമാവധി സൈസ് പരിധിയായ 38 mm ഫയൽ ചെയ്യുക. നോ ഗോ എൻഡ് സൈസ് കുറഞ്ഞ സൈസ് പരിധിയായ 37.98 mm ഫയൽ ചെയ്യുക. ഒരു ട്രയാങ്കുലർ ഫയൽ ഉപയോഗിച്ച് ഗോ നോ ഗോ എൻഡുകളുടെ മീറ്ററിംഗ് പോയിന്റിൽ വി നോച്ച് ഫയൽ ചെയ്യുക. സർഫസ് ഫിനിഷ് ചെയ്യുക. വർക്കിൻ്റെ കോണുകളിലുള്ള ബറുകൾ നീക്കം ചെയ്യുക. ഗോ നോ ഗോ എൻഡുകളുടെ അളവുകൾക്കായി സ്ലിപ്പ് ഗേജ് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് ഇപ്പോൾ പഠിക്കാം. ചിത്രമനുസരിച്ച് സ്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് ഗോ എൻഡ് നോ ഗോ എൻഡ് എന്നിവ പരിശോധിക്കുക. സ്ലിപ്പ് ഗേജ് 38 mm അളവിലേക്ക് സ്റ്റാക്ക് ചെയ്യുക. ഇത് ഗോ എൻഡിന് അകത്തേക്ക് പോകണം. 37.98 mm എന്ന അളവിലുള്ള നോ ഗോ എൻഡിലേക്ക് കടക്കരുത്. ഇപ്പോൾ തയ്യാറാക്കിയ ഗേജിൻ്റെ ഉപരിതലത്തിൻ്റെ ലാപ്പിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ച ഒരു ലാപ്പിംഗ് പ്ലേറ്റ് തിരഞ്ഞെടുക്കുക. ലാപ്പിംഗ് പ്ലേറ്റ് ഒരു ഉറച്ച പ്രതലത്തിൽ വയ്ക്കുക. ലാപ്പിംഗ് പ്ലേറ്റിൽ അലൂമിനിയം ഓക്സൈഡ് അബ്രസീവ് അടങ്ങിയ ലാപ്പിംഗ് സംയുക്തം ചാർജ് ചെയ്യുക. തയ്യാറാക്കിയ ഗേജ് ലാപ്പിംഗ് പ്ലേറ്റിൽ വയ്ക്കുക. ചാർജ് ചെയ്ത ലാപ്പിംഗ് പ്ലേറ്റിൽ ലാപ്പിംഗ് ഓപ്പറേഷൻ നടത്തുക. ലാപ്പ് ചെയ്യുമ്പോൾ നേരിയ മർദ്ദം പ്രയോഗിച്ച് സർഫസ് ടെക്സ്ചർ മങ്ങിയതായി കാണുന്നുവെന്ന് ഉറപ്പാക്കുക. തയ്യാറാക്കിയ ഗേജിൻ്റെ മറ്റൊരു സർഫസിൽ ലാപ്പ് ചെയ്യാൻ മുമ്പത്തെ നടപടിക്രമം ആവർത്തിക്കുക. എല്ലാ സർഫസുകളും ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കി സർഫസ് പരിശോധിക്കുക. ഓയിൽ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക.
നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. ഡ്രോയിങ് അനുസരിച്ച് പ്രൊഫൈൽ മാർക്ക് ചെയ്യൽ, അധിക ലോഹം നീക്കം ചെയ്യാൻ ചെയിൻ ഡ്രിൽ ചെയ്യൽ, ഗോ എൻഡും നോ ഗോ എൻഡും സൈസിലേക്ക് ഫയൽ ചെയ്യുക, സ്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് ഗോ എൻഡിലും നോ ഗോ എൻഡിലും ഗ്യാപ്പ് പരിശോധിക്കുക, ലാപ്പിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ഗേജിൻ്റെ ഉപരിതലത്തിൽ ലാപ്പിംഗ് പ്രക്രിയ നടത്തുക. അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ ഹാൻഡ് ലാപ്പിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.